ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നെയ്ച്ചോറിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന നെയ്ച്ചോറ് എന്തപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. എന്നാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാഷ്യും അതുപോലെ തന്നെ മുന്തിരി ഒന്ന് വറുത്ത് കോരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ സവാള മാത്രം വറുത്ത് കോരിയാലും മതി കേട്ടോ. ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഞാനൊരു സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. നെയ്ച്ചോറിൽ ഒരുപാടൊന്നും നമുക്ക് വേണ്ട. അതുകൂടി ഒന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ നെയ്യിലോട്ട് തന്നെ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചതിന് ശേഷം 2 ഏലക്കായി, 2 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ചെറിയ കഷ്ണം കറുവപ്പട്ടി ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു സവാളയുടെ പകുതി, പിന്നെ ക്യാരറ്റും മല്ലിയിലും കേട്ടോ. ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഇങ്ങനെ വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ ക്യാരറ്റിനൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കട്ടെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്തിൽ വെന്ത് പോയില്ല, ഒരു അടിഞ്ഞു പോയില്ല, നമ്മൾ ക്യാരറ്റൊക്കെ അങ്ങനെ ആവില്ല. അതിനുശേഷം ഞാൻ പിന്നെ കൈമ റൈസാണ് ഇട്ട് എടുത്തത്. ഒരു 10 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി പിന്നെ നമ്മൾ സ്റ്റൈനറിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുന്നെങ്കിൽ അതുപോലെയും ചെയ്യുക. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ചോറ് വേറെ തന്നെ നിൽക്കും. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു 1.25 കപ്പ് മതി. നെയ്ച്ചോറിനാണ് കേട്ടോ. ബിരിയാണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ നേരെ പകുതി ഇരട്ടി എടുക്കാതിരിക്കുന്നത്. അങ്ങനത്തെ നമ്മൾ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലൊന്ന് ദം ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ, ഒരു 10 മിനിറ്റ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടില്ലേ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ മേലെ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഇറക്കിയിട്ട് നമ്മൾ ആ മൂടി തുറക്കുന്ന സമയത്ത് തന്നെ ഇല്ലേ, നമ്മൾക്ക് എന്തൊരു മണാണെന്നറിയോ മൂക്കിലടിക്കുന്നത്. ഇതുപോലെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടാവുമോ നിങ്ങൾ? വെക്കുന്നവരും ഉണ്ടാവുക, അല്ലാത്തവരുണ്ടാവുക. പെട്ടെന്ന് കുക്കറിൽ കൂവിച്ചിട്ട് നെയ്ച്ചോറ് വെക്കുന്നവരും ഉണ്ടാവുക അല്ലേ. ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. നിങ്ങളതിൽ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. പുതിയ വീഡിയോയുമായിട്ട് കാണാം.